യോജിച്ച നമുക്ക് പരിശുദ്ധ പിതാവിന്റെ ആരോഗ്യത്തെയും ചികിത്സയും സംബന്ധിച്ച ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് വരാം. നമുക്കിപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്ത അനുസരിച്ച് പരിശുദ്ധ പിതാവിന്റെ ആരോഗ്യനില പുരോഗതി പ്രാപിച്ചു വരികയാണ്. അതുപോലെ തന്നെ ഇപ്പം സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്നിരുന്നാലും പരിശുദ്ധ പിതാവ് ജമല്ലി ആശുപത്രിയിൽ ചികിത്സയിലായിട്ട് 26 ദിവസങ്ങൾ പിന്നിടുമ്പോഴും പരിശുദ്ധ പിതാവിന് സാധാരണ നിലയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ചികിത്സയും അതുപോലെ തന്നെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ശ്വസന തെറാപ്പിയും മോട്ടോർ ഫിസിയോതെറാപ്പിയും പരിശുദ്ധ പിതാവിന് നൽകിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇതിനിടയിലും ശുഭമായ വാർത്ത എന്ന് പറയുന്നത് പരിശുദ്ധ പിതാവിന് നന്നായി വിശ്രമിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ പിതാവിന് വേണ്ടി ചെയ്ത ബ്ലഡ് ടെസ്റ്റുകളുടെയും അതോടൊപ്പം തന്നെ ക്ലിനിക്കൽ ടെസ്റ്റുകളുടെയും റിസൾട്ട് നല്ല രീതിയിലുള്ള ഫലമാണ് സൂചിപ്പിക്കുന്നത്. അതായത് പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യത്തിന് ഗൗരവമായ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല, അത് സ്ഥായിയായി തുടരുന്നു. ജോജിച്ചൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പുരോഗതി തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജോജിച്ചൻ, നമുക്ക് ഇനിയും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അനുദിന ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സിലേക്ക് വരാം. അതെ ജോബി അച്ഛ, ഇന്ന് വത്തിക്കാനിലെ പോൾ ആറാമൻ മാർപ്പാപ്പയുടെ നാമത്തിലുള്ള ഹാളിൽ വെച്ച് റോമൻ കുരിയിലെ എല്ലാ മെമ്പേഴ്സിനും വേണ്ടി നടത്തുന്ന ഈ ധ്യാനത്തിൽ, നോമ്പുകാലത്തിലെ ഈ ധ്യാനത്തിൽ പരിശുദ്ധ പിതാവ് തൻ്റെ മുറിയിൽ ഇരുന്നു കൊണ്ട് ആത്മീയമായിട്ട് വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുത്തു എന്ന് നമുക്ക് അറിയാൻ സാധിച്ചു. പേപ്പൽ ഭവനത്തിന്റെ ഔദ്യോഗിക ധ്യാനഗുരുവും പ്രഭാഷകനുമായ കപ്പൂച്ചിൻ വൈദികൻ ഫാദർ റോബെർട്ടോ പസോളിനിയാണ് ഞായറാഴ്ച റോമൻ കൂരിക്ക് വേണ്ടി മാർപ്പാപ്പ പങ്കെടുക്കുന്ന ഈ ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത്. അതായത് ഇന്ന് രാവിലെ പരിശുദ്ധ പിതാവ് തൻ്റെ ജമലി ഹോസ്പിറ്റലിലെ 10ാം നിലയിലുള്ള റൂമിൽ ഇരുന്നു കൊണ്ട് വീഡിയോ കോൺഫറൻസ് വഴി റോമൻ കുരിയിലെ എല്ലാ മെമ്പേഴ്സിനും വേണ്ടിയുള്ള ധ്യാനത്തിൽ പങ്കെടുക്കുകയും അതിനുശേഷം തൻ്റെ അപ്പാർട്ട്മെൻറ്റിലുള്ള സ്വകാര്യ ചാപ്പലിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും തുടർന്ന് പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞ് അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം പരിശുദ്ധ പിതാവ് വീണ്ടും പോൾ ആറാമൻ മാർപ്പാപ്പയുടെ പേരുള്ള വത്തിക്കാനിലെ ഹാളിൽ നടന്ന നോമ്പുകാല ധ്യാന ശുശ്രൂഷയിൽ ഓൺലൈനായി തുടർന്നും പങ്കെടുക്കുകയും ചെയ്തു. പിന്നീടുള്ള സമയത്തിൽ സ്വകാര്യ പ്രാർത്ഥനയ്ക്കായിട്ടും വിശ്രമത്തിനായിട്ടും പരിശുദ്ധ പിതാവ് സമയം മാറ്റിവെച്ചു. ഇതിനിടയിൽ പരിശുദ്ധ പിതാവിന്റെ ജന്മനാടായ അർജന്റീനയിലെ ബോണസ് ഐറസിൽ വെള്ളപ്പൊക്കം ഉണ്ടായതായിട്ട് പരിശുദ്ധ പിതാവിന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ആ വെള്ളപ്പൊക്കത്തിൽ ഏകദേശം 16ഓളം പേര് മരണപ്പെട്ടതായിട്ടാണ് ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പരിശുദ്ധാവ് ഈ രോഗാവസ്ഥയിൽ കഴിയുമ്പോഴും മരിച്ചവരുടെ കുടുംബങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കുമെല്ലാം തൻ്റെ അനുശോചനം രേഖപ്പെടുത്തുകയും അതുപോലെ വെള്ളപ്പൊക്കം മൂലം ദുരിതം അനുഭവിക്കുന്ന എല്ലാവർക്കും തൻ്റെ സാമീപ്യം അറിയിക്കുകയും ചെയ്തു. നമുക്കിനിയും പൊതുവെ പരിശുദ്ധ പിതാവ് ചികിത്സയിൽ ആശുപത്രിയിലായിരിക്കുമ്പോൾ ലോകം മുഴുവനും പ്രാർത്ഥനകൾ ഉയരുന്നുണ്ട്. അപ്പോൾ ആത്മീയമായ അദ്ദേഹത്തിന് ലഭിക്കുന്ന ആ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ്സിലേക്ക് വരാം. അതെ ജോബിയച്ച, പരിശുദ്ധാവ് കഴിയുന്ന ജമലി ആശുപത്രിക്ക് മുമ്പിലാണ് കൂടുതൽ ആളുകൾ പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നത്. നമുക്കറിയാം വത്തിക്കാൻ സ്ക്വയറിൽ ഒത്തിരി പേര് പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ജമലി ഹോസ്പിറ്റലിന് മുമ്പിലുള്ള ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ രൂപത്തിനരികിൽ നിരവധി സിസ്റ്റേഴ്സും വൈദികരും അൽമായരും എല്ലാം ഒത്തുകൂടി വളരെ മനോഹരമായ ഒരു ജപമാല പ്രാർത്ഥന നടന്നു. നമുക്കറിയാൻ സാധിക്കുന്നത് സാൽവേ പ്രീസ്റ്റ് പ്രയർ ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പ് നേതൃത്വം നൽകിക്കൊണ്ട് അനേകർ വന്ന് ഇവിടെ പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ പരിശുദ്ധ പിതാവിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥനകൾ ഈ ജമല്ലി ആശുപത്രിയിലെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ നാമധേയത്തിലുള്ള ആ കൊച്ചു ചാപ്പലിൽ നിന്നും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് എല്ലാ ദിവസവും തന്നെ ഉച്ചയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സൗഖ്യത്തിനും ആരോഗ്യത്തിനുമായി ആരാധനകൾ നടക്കുന്നുണ്ട്. ഒപ്പം ദിവ്യബലി അർപ്പണവും നടക്കുന്നുണ്ട്. പതിവ് പോലെ വത്തിക്കാനിൽ നിന്നും പരിശുദ്ധാവിനുള്ള ജപമാല പ്രാർത്ഥന ഉയരുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് പരിശുദ്ധാവിന് വേണ്ടിയുള്ള ജപമാല പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തത് ഫാമിലി ആൻഡ് ലൈഫ് ഡിക്കാസ്റ്ററിയുടെ പ്രിഫെക്റ്റായ കർദിനാൾ കെവിൻ ഫറൽ ആണ്. ഇന്ന് ആ പ്രാർത്ഥനകൾ നടന്നത് വത്തിക്കാൻ സ്ക്വയറിലായിരുന്നില്ല, മറിച്ച് വത്തിക്കാനിലെ പോൾ ആറാമൻ മാർപ്പാപ്പയുടെ പേരുള്ള ഹാളിലാണ്. വത്തിക്കാൻ ക്യൂരിയോട് ചേർന്ന് ആണ് ഇന്നത്തെ ജപമാല പ്രാർത്ഥനകൾ പരിശുദ്ധ പിതാവിന് വേണ്ടി ഉയർന്നത്. പൊതുജനത്തിന് വേണ്ടി ആ പ്രാർത്ഥനകൾ വത്തിക്കാൻ ന്യൂസിലൂടെ ലൈവായും ഒപ്പം വത്തിക്കാൻ സ്ക്വയറിൽ LCD വെച്ചും എല്ലാവർക്കും അത് ലഭ്യമാക്കിയിരുന്നു. ഏതായിരുന്നാലും പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യനില സ്ഥായിയായി തുടരുന്നു, പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു.
അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലം കാണുന്നുണ്ട് എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. എങ്കിലും കുറച്ച് ദിവസങ്ങൾ കൂടി ആശുപത്രിയിൽ കഴിയേണ്ടി വരുമെന്നാണ് വത്തിക്കാൻ്റെ ഏറ്റവും പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത്. ജെമിനി ഹോസ്പിറ്റലിൽ നിന്നും ഗുഡ്നസ് ചാനലിന് വേണ്ടി ഫാദർ ജോബി പോളിനോടൊപ്പം ഫാദർ ജോജി പോൾ.